ഞാൻ തെൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ CI എൻജിൻ, പഴയ മോഡൽ എൻജിൻ കുറേ നിർത്തിയിടുന്ന സമയത്ത് ബ്രീത്തറിലൂടെ ഓയിൽ പമ്പ് ചെയ്യുക എന്നുള്ള എന്താണ് കാരണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ കേസ് ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഓയിൽ സമ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ സമ്പ് ഇങ്ങനെയാണ്, ഇതിലാണ് നമ്മൾ ഓയിൽ നിറക്കുന്നത്. അപ്പോൾ ഇതാണ് ഓയിൽ സമ്പ്, നമ്മൾ ഓയിൽ നിറക്കുന്ന ഓയിൽ സമ്പ് ഇതാണ്. നമ്മൾ ക്രാങ്കിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓയിൽ പമ്പിങ് എങ്ങനെ നടക്കുന്നതെന്നുള്ള. അപ്പോൾ ഈ ക്രാങ്കിലേക്ക് വരുന്ന ഓയിൽ അപ്പോൾ നമ്മൾ കുറേ കാലം നിർത്തുന്ന സമയത്ത് ഓയിലിലെ സ്ലഡ്ജ് അടിഞ്ഞു കൂടും. സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഓയിൽ കട്ടിയായിട്ട് ഈ ഭാഗത്ത് അടിഞ്ഞു കൂടും. ഈ ഓയിൽ സമ്പിൽ നിൽക്കുന്ന, അതായത് ക്രാങ്കേഴ്സ് നിൽക്കുന്ന ഓയിലിൻ്റെ ഇതിൽ കട്ടിയായിട്ട് ഇതിൽ അടിഞ്ഞു കൂടും. ഇതിലാണ് റിട്ടേൺ ആയിട്ട് ഓയിൽ പോകേണ്ട ഭാഗം. ഓയിൽ റിട്ടേൺ വലിക്കേണ്ട ഭാഗം ഇതിലൂടെ, ഈ ഹോളിലൂടെ ഇതിലൂടെ റിട്ടേൺ വലിച്ചിട്ടാണ് മുകളിലേക്ക് റോക്കറിലേക്ക് ഓയിൽ പോകുന്നത്. അപ്പോൾ ഈ ക്രാങ്കിലേക്ക് വരുന്ന ഓയിൽ ഇവിടെ നമ്മൾ കട്ടിയായിട്ട്, അപ്പോൾ ഓയിലൊക്കെ വരുമ്പോൾ ഗ്രീസി രൂപത്തിലായിട്ടുണ്ടാവും. സ്ലഡ്ജ് അടിഞ്ഞു കൂടി ഗ്രീസ് ആയിട്ടുണ്ടാവും, ഗ്രീസ് രൂപത്തിലായിട്ടുണ്ടാവും. പഴയ ഓയിലൊക്കെയാണ്, നമ്മൾ ഓയിൽ മാറ്റാതൊക്കെ വണ്ടി നിർത്തിയിടുകയാണെങ്കിൽ ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇതിലേക്ക് വരുന്ന ഓയിൽ ഈ ഹോള് ബ്ലോക്ക് ആവുന്നതോടുകൂടി ഇത് പുറത്ത് പോകാൻ വഴി ഉണ്ടാവില്ല. ഇതിൽ ഫുള്ള് കംപ്രസ്സായി കിടക്കും ഓയിൽ. ഈ കംപ്രസ്സായിട്ട് കിടക്കുന്ന ഓയിലാണ് ഈ ഹോളിലൂടെ പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതിങ്ങനെ തെറിച്ചിട്ട് ഇതിലെങ്ങനെ കയറി ഇതിലെങ്ങനെ പുറത്തേക്ക് ഓയിൽ തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഓയിൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്താൽ ശരിക്കും നല്ല, ചില വണ്ടിയിലൊക്കെ നല്ല പ്രഷറിൽ തള്ളും. പിന്നെ തള്ളാനുള്ള വേറെ കാരണങ്ങൾ, കംപ്രഷൻ വീക്കായിട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലും, കംപ്രഷൻ ക്രാങ്കേസിലേക്ക് പോയി കഴിഞ്ഞാലും ഓയിൽ എല്ലാം തള്ളും. സാധാരണ നിർത്തിയിട്ടിട്ട് റിങ്സിന് കംപ്ലൈൻറ്റിലൊക്കെ വരും കേട്ടോ. പക്ഷെ നിർത്തിയിട്ടിട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണം ഓയിലൂടെ അടിഞ്ഞു കൂടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വണ്ടി നിർത്തിയിടുകയാണെങ്കിൽ, ലോങ് ടൈം നിർത്തിയിടാൻ ലോങ് പാർക്കിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ കംപ്ലീറ്റ് ഡ്രെയിൻ ഔട്ട് ചെയ്തതിന് ശേഷം പുതിയ ഓയിൽ ഒഴിച്ചിടുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ചിലപ്പം കുറച്ചൊക്കെ ഓടി കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ഹീറ്റാകുന്ന സമയത്ത് ഹീറ്റായിട്ട് ഈ ഹോളൊക്കെ ഒന്ന് തുറന്ന് ഓയിൽ പമ്പിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ബ്രീത്തറിലൂടെ ഓയിൽ പോകും കേട്ടോ. അപ്പോൾ ചില സമയത്ത് വല്ലാതെ നിർത്തിയിരുന്ന വണ്ടിയാണെങ്കിൽ, കുറേ കാലമായി നിർത്തുന്ന വണ്ടിയാണെങ്കിൽ, ഈ സ്ലഡ്ജോട് അടിഞ്ഞു കൂടിയിട്ട് ഈ ഹോള് ബ്ലോക്കായി ഇതിലെ ഓയിൽ ഒരിക്കലും തിരിച്ച് വലിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഹോള് ബ്ലോക്കായി കഴിഞ്ഞാൽ ഓയിൽ പുറത്തൂടെയൊക്കെ വരിക, റോക്കറിലേക്ക് ഓയിൽ പമ്പിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിൽ കറക്റ്റ് സമയത്ത് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ മാത്രം പഴയ വണ്ടിയിൽ നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. സമയാസമയങ്ങളിൽ ഓയിൽ ചേഞ്ച് ചെയ്താൽ ഈ ഒരു വിഷയം ഇല്ലാതാവുന്നതാണ്. അതേമാതിരി ലോങ് ടൈം പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് ഓയിൽ മാറ്റിയതിന് ശേഷം പുതിയ ഓയിൽ ഒഴിച്ചിടുക. അതാണ് ഇതിൻ്റെ സൊല്യൂഷൻ ഉള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.